ഇന്ന് നമ്മൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണ്. നാടൻ കോഴി വെക്കും പോലെയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടോ. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 നാഴി അരി എടുത്തു. അതിലേക്ക് ഒരു 3 സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അരി അടുപ്പത്ത് ഇടാൻ പോവാണ്. അരി അടുപ്പത്തിട്ടു. ഇത്തിരി ഉപ്പും ഇട്ട് അത് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് ഉള്ളി അരിയായിരുന്നു കേട്ടോ. ഒരു 400 ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലുണ്ടാക്കണമാകുമ്പോൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കണ്ടേന്ന് എഴുതിയിട്ട് കുറച്ച് നന്നായിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അരി ഏകദേശം വെന്ത് തുടങ്ങി. ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഞാൻ ചിരകി വെച്ച തേങ്ങയും പിന്നെ അരിട്ടൊന്ന് ഇളക്കിയിട്ടോ. നന്നായിട്ട് തേങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഇളക്കാൻ പോവുകയാണേ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഇളക്കാൻ തുടങ്ങി. നാളികേരവും ചെറിയ ഉള്ളി, അരി, ഉലുവ, ഇത്തിരി ഉപ്പും, ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിൽ ഉപയോഗിച്ചത് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ വേവാൻ വെച്ചു കേട്ടോ. വീണ്ടും പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ നന്നാക്കി എടുത്തു. സവാള ഉരുളിയിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വഴറ്റാൻ തുടങ്ങി. എന്നിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് വേറൊരു ചീഞ്ചട്ടിയിൽ ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. വേറെ മൂപ്പിച്ചെടുത്തിട്ട് ആ മസാലയിലിടുമ്പോൾ അതിന് വേറൊരു രുചിയാണ് കേട്ടോ. നല്ല രുചി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഞാൻ മസാല മൂപ്പിച്ചെടുത്ത് സവാളയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി ഒരു വിധം വഴണ്ട് വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് അതിലിട്ട് വഴറ്റി കേട്ടോ. അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വഴണ്ട് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി, ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി ഇത്തിരി വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചു. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് 2 പച്ചമുളകും കീറിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടു കേട്ടോ. കുറച്ച് നേരം കൂടെ വേവിക്കാൻ വെച്ച് നമ്മളെ ചിക്കൻ കറി റെഡിയായി. ഇപ്പോൾ കണ്ടോ, ചോറും റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. നിങ്ങളിങ്ങനെ തേങ്ങാച്ചോറും ചിക്കനും വെക്കാറില്ലേ?